ഇതൊക്കെ തെറ്റാ മോളെ, നമ്മുടെ കണ്ണ് ദൈവം തുറന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛനോട്, ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ പള്ളിയിൽ നിന്ന് എടുത്ത് മാറ്റാത്തതെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നമ്മുടെ കണ്ണ് ദൈവം തുറന്നു, എന്നാൽ കാരണന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ അടി കൊള്ളേണ്ടി വരും, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഇന്നത്തെ PIPയുടെ അധ്യക്ഷനായിട്ട് സിജാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ അധ്യക്ഷനായി നിൽക്കുവാൻ ദൈവം സഹായിച്ചത്. സമയം അധികം കടന്നു പോകുന്നതുകൊണ്ട് കാര്യപരിപാടിയിലേക്ക് കടക്കാം. സുജിത്ത് സ്തോത്രം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം PIP കൂടി വരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം PIP പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. അധ്യക്ഷനായ സ്തോത്രം. പ്രോഗ്രാമുകൾ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്നതിനായ സ്തോത്രം യേശുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്ത പരിപാടി ഫാമിലി സോങ്, ബ്രദർ ജോയ്സൺ ആൻഡ് ഫാമിലി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അധ്യക്ഷനും പാസ്റ്റർക്കും ശേഷം കൂടി വന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു പഴയ പാട്ടാണ് പാടാൻ ആഗ്രഹിക്കുന്നത്. മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും പാരിടമാകവേ മാറിടും നേരവും ചാരിടാൻ തൻ തിരു മാറിടമാ പാരിടമാകവേ മാറിടും നേരവും ചാരിടാൻ തൻ തിരു മാറിടമാ. ഖേദമെന്നാകിലും മോദമെന്നാകിലും ഭേദമില്ലാത്തൊരു സ്നേഹിതനാണവൻ. മെദീനയിൽ വേദനകൾ ഏതിനുമൊക്കെ എന്നറിഞ്ഞോ. മെദീനയിൽ വേദനകൾ ഏതിനുമൊക്കെ എന്നറിഞ്ഞോ. മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും പാരിടമാകവേ മാറിടും നേരവും ചാരിടാൻ തൻ തിരു മാറിടമാ. പാരിടമാകവേ മാറിടും നേരവും ചാരിടാൻ തൻ തിരു മാറിടമാ. നിത്യതയോളവും സത്യകൂട്ടാളിയായി ക്രിസ്ത്യനല്ലാതെ ആരുമീ ഭൂമിയിൽ മൃത്യുവിനാൽ മാറുമെത്ര മിത്രമായാലും മർത്യരെല്ലാം മൃത്യുവിനാൽ മാറുമെത്ര മിത്രമായാലും മർത്യരെല്ലാം. മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും പാരിടമാകവേ മാറിടും നേരവും ചാരിടാൻ തൻ തിരു മാറിടമാ. പാരിടമാകവേ മാറിടും നേരവും ചാരിടാൻ തൻ തിരു മാറിടമാ. ഭാരങ്ങളേറുമീ പാരിൽ നാൾ തോറുമേ ഭാരം ചുമന്നിടും കർത്താനേശുതാൻ ആത്മപ്രിയൻ നല്ലിടയൻ ആദ്രതയൻ
ഇടയൻ നല്ലിടയൻ ആദ്രതയെന്നെ പിന്തുടരും മാറാത്ത സ്നേഹിതൻ മാനുവിൽ തന്നിരു മാറിടം ചാരിടും ഞാൻ ദിനവും പാരിടമാകവേ മാറിടും തീരവും ചാരിടം തന്നിരു മാറിടമാ പാരിടമാകവേ മാറിടും നേരവും ചാരിടം തന്നിരു മാറിടമാ ആകെയിലാകിടും ലോകമേതേകിടും ആകുലവേളകൾ ഭീകരമാകുമോ ഹല്ലേലൂയാ ഹല്ലേലൂയാ പാടുമെൻ ജീവ കാലമെല്ലാം ഹല്ലേലൂയാ ഹല്ലേലൂയാ പാടുമെൻ ജീവ കാലമെല്ലാം മാറാത്ത സ്നേഹിതൻ മാനുവിൽ തന്നിരു മാറിടം ചാരിടും ഞാൻ ദിനവും പാരിടമാകവേ മാറിടും നേരവും ചാരിടം തന്നിരു മാറിടമാ പാരിടമാകവേ മാറിടും നേരവും ചാരിടം തന്നിരു മാറിടമാ. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രൊഫഷണലായൊരു ഫാമിലി സോങ് പാടുവാൻ ദൈവം സഹായിച്ചു. കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായി റിപ്പോർട്ട് വായിക്കാൻ സെക്രട്ടറി. ദൈവത്തിൻ്റെ അതിപരിശമായ നാമമായിട്ട് മാറാകട്ടെ. 15/6/2025 നടന്ന PAPA പ്രോഗ്രാം റിപ്പോർട്ട്. ദൈവത്തിന് സ്തോത്രം. ബ്രദർ മിഥുൻ തിമോത്തി അധ്യക്ഷനായി തിരുവട്ട മീറ്റിങ്ങിൽ ബ്രദർ സുജിത്ത് മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിച്ചു. തുടർന്ന് ജുവാൻ ജോനാഥാൻ എന്നിവർ ചേർന്ന് മനോഹരമായി ഒരു ഗാനം ആലപിച്ചതിന് ശേഷം സെക്രട്ടറി കഴിഞ്ഞ മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് സിസ്റ്റർ ഷെറിൻ ജീവൻ നടത്തിയ സ്പെഷ്യൽ പ്രോഗ്രാമിൽ ബ്രദർ ജെഫിൻ സാജു ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തു. തുടർന്ന് ഫാമിലി സോങ് ബ്രദർ ജെയ്സൺ ആൻഡ് ഫാമിലി മനോഹരമായി പാടിയതിന് ശേഷം ബ്രദർ അനീഷ് നടത്തിയ സ്പെഷ്യൽ പ്രോഗ്രാമിലെ ബ്രദർ സെക്രട്ടറി നല്ല രീതിയിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ബ്രദർ കെ എൽ ജോഷി അനുഭവങ്ങൾ എന്ന പ്രോഗ്രാം അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് സിസ്റ്റർ അദീന നടത്തിയ സ്പെഷ്യൽ പ്രോഗ്രാമിൽ സിസ്റ്റർ ലിസി വിജയിയാവുകയും ചെയ്തു. തുടർന്ന് സിസ്റ്റർ ഡോക്ടർ അനിറ്റ മനോഹരമായ ഒരു ഗാനം ആലപിക്കുന്നതിന് ശേഷം സിസ്റ്റർ റേഞ്ചൽ ആൻ്റണി അടയാളം എന്ന വിഷയത്തെ ആധാരമാക്കി ഒരു ചിന്ത അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അധ്യക്ഷൻ തൻ്റെ അനുഭവങ്ങളിൽ നിന്നും ആശംസയായി സന്ദേശങ്ങൾ അറിയിക്കുകയും പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകിയതിനു ശേഷം പാസ്റ്റർ പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിച്ചു എന്ന് PAPക്ക് വേണ്ടി സെക്രട്ടറി. അടുത്തതായി ഹിന്ദി ഗാനം അതുല്യ മനോജ്. ദൈവത്തിന് അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ പാട്ട് പാടാനൊരു അവസരം തന്നതിന് ദൈവത്തിനും പാസ്റ്ററിനെയും പാസ്റ്ററിൻ്റെ കുടുംബത്തിനെയും ഒട്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളിനും നന്ദി പറയണം. സ്തുതി കരുമേ ईशु महाराजा की आदर की योग्य है प्रभु यीशु ही स्तुति करूं मैं ईशु महाराजा की आदर की योग्य है प्रभु यीशु ही महिमा में प्रभु तू तेरी ओ प्रशंसा मान और सम्मान यीशु तुझको मिले महिमा में प्रभु तू तेरी ओ प्रशंसा मान और सम्मान यीशु तुझको मिले
यीशु राजा मेरा प्रभु, यीशु राजा मेरा आसरा, यीशु राजा मेरा सब कुछ तुम, मेरे जीवन में तू ही प्रभु। यीशु राजा मेरा प्रभु, यीशु राजा मेरा आसरा, यीशु राजा मेरा सब कुछ तुम, मेरे जीवन में तू ही प्रभु। आराधना हो तेरी यीशु, सृष्टि को रचने वाले प्रभु। आराधना हो तेरी यीशु, सृष्टि को रचने वाले प्रभु। महिमा में प्रभु तू, तेरी ओ प्रशंसा, मान और सम्मान यीशु तुझको मिले। महिमा में प्रभु तू, तेरी ओ प्रशंसा, मान और सम्मान यीशु तुझको मिले। यीशु राजा मेरा प्रभु, यीशु राजा मेरा आसरा, यीशु राजा मेरा सब कुछ तुम, मेरे जीवन में तू ही प्रभु, मेरे जीवन में तू ही प्रभु, मेरे जीवन में तू ही प्रभु। വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം കേൾക്കുവാൻ ദൈവം സഹായിച്ചു. സിസ്റ്റർ ദൈവം സഹായിക്കട്ടെ. അടുത്തതായി സ്പെഷ്യൽ പ്രോഗ്രാം ജെഫിൻ സാജു. ദൈവനാഥത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം PAP കടന്നു വരുവാൻ ദൈവം സഹായിച്ചമായി കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രിയ അധ്യക്ഷനും ശശികോടി എല്ലാവർക്കും യേശുക്രിസ്തുനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇതൊരു സ്പെഷ്യൽ ബൈബിൾ റെഫറൻസ് ആണ്. ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയാം. ഇതിൽ ഞാനൊരു റെഫറൻസ്, നമ്മുടെ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യണ പോലെ ഞാനൊരു റെഫറൻസ് പറയും. അത് നിങ്ങൾ ബൈബിളിൽ എടുക്കണം. ആ റെഫറൻസിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉൽപ്പത്തി 6:2. അപ്പോൾ ഈ വാക്യം എടുത്തു കഴിഞ്ഞതിന് ശേഷം ആ വാക്യത്തിൽ ഒന്നെങ്കിൽ ആ റെഫറൻസിൻ്റെ നമ്പർ നോക്കുക. 6:2 ആണെങ്കിൽ 6ാമത്തെ വേർഡും 2ാമത്തെ വേർഡും നോക്കണം. ആ 2 വേർഡിൽ ഏതെങ്കിലും ഒരു വേർഡിൻ്റെ പര്യായ പദം അതല്ലെങ്കിൽ വിപരീത പദം, അത് ഞാനിവിടെ കാണിക്കും, ഒരു ലിസ്റ്റ് കാണിക്കും. അതിൽ ആ വേർഡ്സ് ഉണ്ടാവും. മനസ്സിലായ? ഇപ്പോൾ ജെൻസിസ് ഉൽപ്പത്തി 6:2 ആ വാക്യം എടുക്കുക. അതിൽ ആ റെഫറൻസിൽ കൊടുത്തേക്കണ നമ്പറിൻ്റെ വേർഡ്സ് നോക്കുക. ഇപ്പോൾ 6:2 ആണെങ്കിൽ ജെൻസിസ് ആ വാക്യത്തിലത്തെ 6ാമത്തെ വേർഡും 2ാമത്തെ വേർഡും എടുക്കുക. അതിലത്തെ ഏതെങ്കിലും ഒരു പദത്തിൻ്റെ വിപരീത പദം അല്ലെങ്കിൽ പര്യായ പദം ഇവിടെ ബോർഡിൽ കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ നോക്കി പറയണം. അപ്പോൾ ഇതിൻ്റെ റൂൾസ് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ആദ്യം വാക്യം എടുക്കണം. വാക്യം എടുത്തതിന് ശേഷം അത് നോക്കിയിട്ട് വാക്യം വായിച്ചതിന് ശേഷം വേണം ആ പദങ്ങൾ പറയാൻ, അതിന് ആൻസറും പറയാൻ. ഇതാണ് വേർഡ്സ്. ഇതിൽ 19 വേർഡ്സ് ഉണ്ട്. അപ്പം ഞാനിതിൽ 10 ചോദ്യം ചോദിക്കും. ആ 10 ചോദ്യത്തിലെ ആൻസർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഒന്നെങ്കിൽ വിപരീത പദമായിരിക്കും, അതല്ലെങ്കിൽ പര്യായ പദമായിരിക്കും. ഓക്കെ. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കോമൺ ആട്ടോ, എയും ബിയും ടീമൊന്നുമില്ല, കോമണാ. എസ്തർ 4:11. ബൈബിളിൽ വാക്യം എടുത്തതിന് ശേഷം ആൻസർ പറയാൻ പാടുള്ളൂ. എസ്തർ 4:11. എസ്തർ 4:11 ഒന്നെങ്കിൽ 4ാമത്തെ വേർഡ് അല്ലെങ്കിൽ 11ാമത്തെ വേർഡ്. ഒലിവിയ. ആൻസർ രാജാവാണ്. അതിൻ്റെ പര്യായ പദം നിർഭൻ. അടുത്ത 2ാമത്തെ ചോദ്യം യാക്കോബ് 5:7. യാക്കോബ് 5:7. ശരി ചേച്ചി.
അതിൻ്റെ ആൻസർ അഞ്ചാമത്തെ വേർഡാണ് ദീർഘക്ഷമ. അതിൻ്റെ വിപരീത പദം സഹിഷ്ണുത. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ന്യായാധിപന്മാർ 13:23. ന്യായാധിപന്മാർ 13:23. വേർഡ് പറ. ഓക്കെ, ആൻസർ തിമിച്ചാണ്. 13ാമത്തെ വേർഡാണ് കൈക്കൊള്ളുക. അതിൻ്റെ വിപരീത പദം നികാരിക്കുക. അടുത്തത് ഫിലിപ്പിയർ 1:20. ഫിലിപ്പിയർ 1:20. ആരാ പറഞ്ഞ ആൻസർ പറ. അതിൻ്റെ പര്യായ പദം അല്ലെങ്കിൽ വിപരീത പദം പറയണം. അത് അതിൻ്റെ വേർഡ് ഏതാ? ആൻസർ 20ാമത്തെ വേർഡാണ് പ്രത്യാശ. അതിൻ്റെ പര്യായ പദം കാത്തിരിപ്പ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, യെശയ്യാവ് 18:2. യെശയ്യാവ് 18:2. വേർഡ് മാത്രമല്ല, അതിൻ്റെ ആൻസറും പറയണം. അതിൻ്റെ ആൻസർ പറ. അതെ, ഓക്കെ. അബിയേൽ ആൻസർ പറഞ്ഞു. അതിൻ്റെ 12ാമത്തെ വേർഡാണ് അടുക്കൽ. അതിൻ്റെ വിപരീത പദം വേറിട്ട്. അടുത്ത മർക്കോസ് 8:11. മർക്കോസ് 8:11. സമയം കഴിഞ്ഞ് ഞാൻ പറയാം. അതിൻ്റെ 11ാമത്തെ വേർഡാണ് അന്വേഷിച്ചു. അതിൻ്റെ ഓപ്പോസിറ്റ് വിപരീത പദം മറച്ചു. അടുത്ത 7ാമത്തെ അപ്പോസ്തല പ്രവൃത്തി 19:13. അപ്പോസ്തല പ്രവൃത്തി 19:13. വേർഡ് ഏതാ? വേർഡ് ഏതാ? ഷെറിൻ ചേച്ചി. ആൻസർ 19ാമത്തെ വേർഡാണ് തുനിഞ്ഞു. അതിൻ്റെ പര്യായ പദം പരിചരിച്ചു. അടുത്ത തീത്തോസ് 2:15. തീത്തോസ് 2:15. ഓക്കെ, മൊത്തം പറയണം. ഒറ്റ ആ വേർഡ് മാത്രം പറയരുത്. പറയുകയാണെങ്കിൽ ആൻസർ അടക്കം പറയണം. വേർഡ് വർഗീസേട്ടൻ. ആൻസർ 2ാമത്തെ വേർഡാണ് പൂർണ്ണ ഗൗരവത്തോടെ. അതിൻ്റെ പര്യായ പദം ആത്മാർത്ഥമായി. അടുത്തത് 2 രാജാക്കന്മാർ 3:17. 2 രാജാക്കന്മാർ 3:17. 3:17. അബിയേല്. ആൻസർ പറഞ്ഞു. തേർഡ് വേർഡാണ് കാണുകയില്ല. വിപരീത പദം ദൃശ്യമായി. ഷെറിനും അബിയയിലും മാത്രം 2 പോയിൻ്റായിട്ട് അവർ തുല്യത്തിലാണ്. അപ്പോൾ അടുത്ത ചോദ്യം ഷെറിനും അബിയയിലും കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ലേവി 13:10. ലേവി 13:10. ടൈം കഴിയാറേ, സമയം കഴിഞ്ഞു. ആൻസർ വരുന്നത് 10ാമത്തെ വേർഡാണ് തിണർപ്പ്. അതിൻ്റെ പര്യായ പദം അശ്രദ്ധ. ലാസ്റ്റ് ഒരെണ്ണോടിയും ഉണ്ട്. ഇതിലില്ലെങ്കിൽ ടോസ് ഇടും. ഓക്കെ. ഹഗായി 1:13. ഹഗായി 1:13. അബിയലും ചെറിയ മാത്രമേ ഉള്ളൂ. സഹായിക്കരുത് ആരും. സഹായിച്ച കാരണം ഷെറിൻ ചേച്ചി ക്യാൻസൽ ആയിരിക്കുന്നു. ജയിച്ചത് അബിയയിൽ. അതിൻ്റെ ആൻസർ പറയാം. 13ാമത്തെ വേർഡാണ് അരുളപ്പാട്. അതിൻ്റെ പര്യായ പദം മൊഴി. വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സ്പെഷ്യൽ പ്രോഗ്രാമായിരുന്നു. അതിൽ ആർക്കും ആൻസർ കിട്ടാൻ പാടില്ല എന്നുള്ളൊരു വാശിയിലായിരുന്നു. പിന്നെ എന്നാൽ അതിനെല്ലാം തോൽപ്പിച്ചാൽ അതിന് ആൻസർ പറയാൻ സഹായിച്ചതിന് സ്തോത്രം ചെയ്യുന്നു. അടുത്തതായി പാട്ട് സൗമ്യ ജോമോൻ. ദൈവത്തിന് സ്തോത്രം.
സമാധാനം തീരെയില്ലാത്ത സമയത്ത് സമാധാനദായകനായ യേശുവിനെ പരിചയപ്പെടുത്തിയ പാട്ടിനായി അതും വളരെ മനോഹരമായി പഴയ പാട്ട് പാടാൻ സഹോദരി ദൈവം അനുഗ്രഹിക്കട്ടെ. സപ്പോർട്ട് ചെയ്ത സഹോദരന്മാർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായി അനുഭവങ്ങൾ സിസ്റ്റർ ഡെയ്സി കുര്യൻ. ദൈവത്തിൻ്റെ സ്തോത്രം. മാന്യാധ്യക്ഷനും ദൈവദാസനും കൂടി വന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് എനിക്ക് നടക്കുമെന്ന് നടക്കുന്നത് അനുഭവസാക്ഷ്യം പറയാനാണ്. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഞാൻ ഒരു RC കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള കാരണം എനിക്ക് രണ്ട് പെൺമക്കളാണല്ലോ. ഞങ്ങൾക്ക് ജോലി ചെയ്ത് കിട്ടുന്ന പൈസ അവർക്ക് മരുന്നിന് തികയാത്തൊരനുഭവമാണ്. അങ്ങനെ ഞങ്ങൾ 2 ഭവനങ്ങളിലും ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു അനുഭവത്തിലാണ് ഞങ്ങൾ കടന്നു പോയിരുന്നത്. എന്നാൽ ഞങ്ങളുടെ വീട് പങ്കണങ്കാടാണ്. അവിടെ ഇടവക വികാരിയായി ധ്യാന ഗുരുവായി പുള്ളി അച്ഛൻ അവിടെ ഇടവക വികാരിയായി വന്നു. അതിനോടനുബന്ധിച്ച് ശനിയാഴ്ച ഒരു ധ്യാനം അവിടെ നടത്താൻ ദൈവം കൃപ ചെയ്തു. അതിനാൽ ഈ ധ്യാനം ശനിയാഴ്ചയാണ് വെച്ചിരുന്നത്. അപ്പോൾ അനവധി സാക്ഷ്യം അനുഭവം അനേകരുടെ അനുഭവങ്ങൾ കേട്ട് വിശ്വാസം വർദ്ധിക്കുന്നതിനിടയായി. അപ്പോൾ അങ്ങനെ ആ ധ്യാനത്തിന് കടന്നു പോകാനിടയായി. അങ്ങനെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അച്ഛനോട് സംശയം ചോദിക്കാം. അപ്പോൾ ഞാൻ ജനിച്ച എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് വീടുകളുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ പോങ്ങണങ്കാട്ടിൽ ഞങ്ങൾ പൂരം വരുമ്പോൾ ഞങ്ങൾ ചെറിയ പ്രായത്തിൽ പൂരം കാണാനൊക്കെ പോവും. അപ്പോൾ ആന അമ്പലം വലം വെച്ച് പോകുന്നതും ആ ആനയെയാണ് ഞങ്ങളുടെ പള്ളിയിൽ അമ്പിന് വിളിക്കുക. സെബസ്ത്യാനോസിൻ്റെ അമ്പ് വരുമ്പോൾ ആ ആനപ്പുറത്താണ് അമ്പ്. അങ്ങനെയുള്ള ഒരു കാലയളവൊക്കെ കടന്നുപോയി. അപ്പോൾ അച്ഛനോട് സംശയം ചോദിക്കാൻ ചെന്നപ്പോൾ സംശയം ചോദിക്കാനായി ഞാൻ നമ്മുടെ സമ്പൂർണ്ണ ബൈബിളിൽ നിയമാവർത്തനത്തിൽ 4:15 ഹോരോബിൽ തീയുടെ നടുവിൽ ഞാൻ നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ, അതുകൊണ്ട് ആണിൻ്റെ എങ്കിലും പെണ്ണിൻ്റെ എങ്കിലും സദൃശ്യം ഭൂമിയിൽ ഇഴജാതിയുടെ മൃഗത്തിൻ്റെ ഇങ്ങനെ യാതൊന്നിൻ്റെയും പ്രതിമയുണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞു. ഞങ്ങളുടെ പള്ളിയിലെ സ്വർണ്ണോസുമ മാതാവ് ഉണ്ണി പുണ്യാളൻ, അതുപോലെ കുരിശിൻ്റെ 14 വഴി ഉള്ള രൂപങ്ങൾ, അതുപോലെ ചൊവ്വാഴ്ച അന്തോണിസ് പുണ്യാളൻ്റെ നൊവേന, ഊട്ടുപെരുന്നാൾ ഒരു ദിവസം, കൊല്ലത്തിലൊരു ദിവസം, ബുധനാഴ്ച ഔസേപ്പുണ്യാളിൻ്റെ, ശനിയാഴ്ച നിത്യസഹായ മാതാവിൻ്റെ. അപ്പോൾ ഞാൻ സംശയം ചോദിക്കാൻ ചെന്നപ്പോൾ അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ എനിക്ക് ഇടപെട്ടല്ലോ അച്ഛാ, ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതൊക്കെ തെറ്റാ മോളെ, നമ്മുടെ കണ്ണ് ദൈവം തുറന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛനോട്, ഇതൊക്കെ എന്താണ് അച്ഛാ പള്ളിയിൽ നിന്ന് എടുത്തു മാറ്റാത്തതെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നമ്മുടെ കണ്ണ് ദൈവം തുറന്നു, എന്നാൽ കാരണന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ അടി കൊള്ളേണ്ടി വരും, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെയും ഞാൻ ധ്യാനത്തിന് കടന്നു പോയിരുന്നു. അങ്ങനെ ധ്യാനത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ പപ്പയ്ക്ക് മാർക്കറ്റിലാണ് ജോലി. അങ്ങനെ യൂണിയനിൽ ബസ് ഇടിച്ച് ആൾ വീഴുന്നതിനിടയായി, വളരെ വലിപ്പത്തിൽ തലയിൽ ബ്ലഡ് കോട്ടാവാനിടയായി. അങ്ങനെ ഓർമ്മയില്ലാത്തൊരനുഭവമായി. അങ്ങനെ അശ്വിനിയിൽ 16 ദിവസം അഡ്മിറ്റായി വലിയൊരു സർജറി ചെയ്തു. അപ്പോൾ ആൾക്ക് ഒന്നുകിൽ ഒരു ഭാഗം തളരും അല്ലെങ്കിൽ മരണപ്പെടുമെന്നാണ് ഡോക്ടർ പറഞ്ഞ റിസൾട്ട്. അങ്ങനെ 16 ദിവസം കഴിഞ്ഞ് ഓർമ്മ വന്നു. അങ്ങനെ വന്നപ്പോൾ ഇത് ഞങ്ങളോട് പറഞ്ഞത്, അച്ഛൻ ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, ഇതൊക്കെ എന്താ ചെയ്യേണ്ട അച്ഛാന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോൾ അതൊക്കെ എടുത്ത് കളഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു വേസ്റ്റ് കുഴിയുണ്ട്, ഞാൻ ഈ മാതാവിനെയും പുണ്യാളിനെയൊക്കെ അവിടെ കൊണ്ടുപോയിട്ടു. അതുപോലെ കുരിശ് ഞാൻ അന്ന് വിറക് കത്തിക്കുമ്പോൾ അതിന്മേ വെച്ച് കത്തിക്കാനൊക്കെ ഇടയായി. അതിനുശേഷം വീണ്ടും ഞങ്ങൾ പരിഹാര പ്രദക്ഷിണം കാണാൻ ഞങ്ങൾ ആദ്യം നെല്ലിക്കുന്ന് പള്ളിയിലാണ് പോയിരുന്നത്. കുരിശിൻ്റെ വഴി വന്നപ്പോൾ ഈ 14 സ്ഥലം വെച്ച് കർത്താവിനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അനുഭവമായിരുന്നു. അതൊക്കെ കാണാനായി കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നിരിക്കുന്ന സമയത്ത് ഞങ്ങളന്ന് കർത്താവിനോട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ബൈബിൾ തുറക്കും, ചോദിക്കും, അങ്ങനെ ഞങ്ങളോട് ഇടപെടും. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവന് തീരാസ്വസ്ഥത, കാലിന് വയ്യാത്ത അനുഭവങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ കർത്താവിനോട് പറഞ്ഞത്, എന്താ കർത്താവേ ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചപ്പോൾ, ആ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഈ കുരിശ് ഇത് കർത്താവിനെ കാണാൻ പോയത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കർത്താവിനോട് ഞങ്ങളുടെ തെറ്റുകൾ ഏറ്റു പറഞ്ഞു. കർത്താവേ ഇനി ഞങ്ങൾ അത് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ തന്നെ മടങ്ങി വീട്ടിൽ വന്നു. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, നിൻ്റെ മകൻ മരിച്ചവനായിരുന്നു, എന്നാൽ നീ ആയുസ് തന്നതാണ്, എന്നാൽ ഇനി ഈ ഭൂമിയിൽ ജീവിക്കുന്നെങ്കിൽ ഞങ്ങൾ നിനക്ക് വേണ്ടി ജീവിക്കും, ഞങ്ങളുടെ കുറവുകളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ അപ്പോൾ ഞാൻ ഈ കാച്ചേരിമ ധ്യാനത്തിന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ലാസ്റ്റ് ക്ലാസ്
ാണ് അച്ഛൻ ധ്യാനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം കൊന്ത ചെല്ലണം, ഒരാഴ്ചത്തെ ധ്യാനമാണ്, ഉപവസിക്കണം. ഞാൻ അതിനൊക്കെയും ഒന്നാമതായി നിൽക്കും. അങ്ങനെ നിന്ന സമയത്ത് ഞാൻ കൊന്ത ചെല്ലുന്നതിനൊന്നും എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ചേച്ചി കർമ്മിലത്തേൽ കന്യാസ്ത്രീ ഉണ്ട്, ഇഷ്ടം പോലെ കൊന്തയും എന്തെങ്കിലുമൊക്കെ കൊണ്ടു തരും. എന്നാൽ ഞാൻ കർത്താവിനെ ഇന്നു മുതൽ ഞാൻ നിൻ്റെ മകളായി ജീവിക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത് രക്ഷിക്കപ്പെടലാണെന്നൊന്നും അറിയില്ല. അതിനെ പറഞ്ഞ് പിറ്റേ ആഴ്ച ഞങ്ങൾ ധ്യാനത്തിന് പോയി. അച്ഛൻ്റെ ക്ലാസ് കേൾക്കാൻ കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു കൊന്ത ചെല്ലണവരെ ഏറ്റു നിൽക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ മകളെ അവസാനത്തുള്ളി രക്തം നിനക്ക് വേണ്ടി കാൽവരിയിൽ ഊറ്റി തന്നവൻ ഞാനാണ്, അതിൽ മറിയയ്ക്ക് പങ്കില്ല, ദൈവത്തിനും മനുഷ്യർക്കും ഏക മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബ്രെഡും കരിങ്കാലി വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ ധ്യാനത്തിനിരുന്ന് അതിൻ്റെ തൊട്ടപ്പുറത്തെ വഴിയിലാണ് എൻ്റെ വീട്. അങ്ങനെ വീണ്ടും സംശയം ചോദിക്കാൻ അച്ഛനോട് ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ ഇതൊക്കെ തെറ്റാണ്, ബന്ധക്കോസുകാരായ മക്കളുടെ നല്ല കാലം നിന്ന്. എനിക്ക് ബന്ധക്കോസുകാർ ആരെന്നൊന്നും അറിയില്ല. ഈ അച്ഛൻ ധ്യാന ഗുരുക്കളൊക്കെ സ്നാനപ്പെട്ടവരാണ് 3 പേരും. അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ദൈവസന്നിധിയിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പറയും, 2 വീടുകളിലും പറയാൻ ഇടയായപ്പോൾ അവിടെ നിന്നൊക്കെ ഭയങ്കര എതിർപ്പുകൾ കടന്നു വന്നു. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഞാനൊരു മോളും ഇല്ല, ഇങ്ങനെ ഒരു മോനും ഇല്ല എന്ന് അവർ പറഞ്ഞ് ഞങ്ങളെ തള്ളിക്കളഞ്ഞു. അങ്ങനെ തള്ളിക്കളഞ്ഞപ്പോൾ ഞങ്ങൾ കർത്താവിനോട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ നാമം മൂലം എന്തൊക്കെ ഉപേക്ഷിച്ചാലും അപ്പനെയോ അമ്മനെയോ നിലങ്ങളെ എന്ത് ഉപേക്ഷിച്ചാലും 100 മടങ്ങ് ലഭിക്കും, സ്വർഗത്തിലെ നിത്യജീവൻ നൽകുമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ പിന്നെ ഇവർ ഞങ്ങളോട് പറയും 20 കോല് കുണ്ടിൻ്റെ ഉള്ളിൽ ഡേസേച്ചിനെ ഇറക്കണ്, 10 പവൻ തരാമെന്ന് പറഞ്ഞു. പവനും തരില്ല, കുണ്ടിൽ നിന്ന് കയറാനും പറ്റില്ല എന്ന്. അങ്ങനെ ഭയങ്കര പ്രതികൂലം വന്നപ്പോൾ ഞങ്ങൾ കർത്താവിനോട് ഒരടയാളം ചോദിക്കും. കർത്താവെ ഇത് സത്യമാണെങ്കിൽ കർത്താവെ ഞങ്ങൾക്കൊരടയാളം കാണിച്ചു തരണേ. എന്നാൽ കർത്താവ് ഞങ്ങൾക്ക് ആ അടയാളം കാണിച്ചു തരും. എന്നാലും ഈ പ്രതികൂലം മൂലം വീണ്ടും ഞങ്ങൾ ക്ഷീണിക്കും. അങ്ങനെ അവസാനം നീ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവരുടെ ആരുടെയും പ്രതികൂലം നോക്കാതെ ഞങ്ങൾ കുടുംബമായി സ്നാനപ്പെടുന്നതിനിടയായി. അങ്ങനെ ഞങ്ങളുടെ പപ്പയുടെ പിതാവ് ഈ വിശ്വാസമാർഗത്തിലേക്ക് കടന്നു വരുന്നതിനിടയായി. അങ്ങനെ പിന്നെ ഇന്നുവരെയും കർത്താവ് നിർത്തി. ഞങ്ങളുടെ പ്രിയപ്പെട്ടവന് യാതൊരു വയ്യായി ഇല്ലാതെ ദൈവം താങ്ങി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഇരുന്നോളുന്നു. സമയം അനുവദിച്ചത് അതിനെ നന്ദി പറയും. വളരെയധികം പ്രചോദനമേകുന്ന ഒരു സാക്ഷ്യം കേൾക്കുവാൻ ദൈവം സഹായിച്ചു. സഹോദരി ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായി പഴയ ഗാനം മേരി തോമസ്. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. ഇടയനെ പോലെ കരുതിടുന്നു, അമ്മയെ പോലെ വളർത്തിയിടുന്നു. ഇടയനെ പോലെ കരുതിടുന്നു, അമ്മയെ പോലെ വളർത്തിയിടുന്നു. ഓരോ ദിവസമതും ഓരോ നിമിഷമതും അവനെനിക്കായി കരുതിടുന്നു. ഓരോ ദിവസമതും ഓരോ നിമിഷമതും അവനെനിക്കായി കരുതിടുന്നു. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. കഴുകൻ തൻ കുഞ്ഞിനെ കാക്കും പോലെ, കോഴി തൻ കുഞ്ഞിനെ നോക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ കാക്കും പോലെ, കോഴി തൻ കുഞ്ഞിനെ നോക്കും പോലെ, ആ ചിറകടിയിൽ ആ മാർവിടത്തിൽ അവനെന്നെ സൂക്ഷിക്കുന്നു. ആ ചിറകടിയിൽ ആ മാർവിടത്തിൽ അവനെന്നെ സൂക്ഷിക്കുന്നു. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ.
വളരെ മനോഹരമായി പാടുവാൻ സഹോദരിയെ സഹായിച്ചു. ദൈവം സഹോദരി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് 2 പ്രോഗ്രാമും കൂടിയുണ്ട്. അധ്യക്ഷൻ്റെ റിക്വസ്റ്റ് പ്രകാരം 2ഉം ക്യാൻസൽ ചെയ്യാൻ ഞാൻ നിർബന്ധിതനായിരിക്കുന്നു. കഥ പുതിയ ഗാനം അത് അടുത്ത ആഴ്ചയ്ക്ക് മാറ്റിവെക്കാനായിട്ട് സെക്രട്ടറി ആവശ്യപ്പെട്ടു. തുടർന്ന് വളരെയധികം സമയം മുന്നോട്ട് പോയിരിക്കുന്നു. ആശംസ സന്ദേശമാണ്. ഇനിയൊരു അധിക പ്രസംഗത്തിന് മുതിരുന്നില്ല. ജസ്റ്റ് ഒരു സന്ദേശം മാത്രം പറഞ്ഞ് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വളരെയധികം തിരക്കേറിയ സമയത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാവരും എന്താ പറയുക, ഒരു യന്ത്രം പോലെയാണ് എല്ലാവരും. അത്രയും തിരക്കേറിയ സമയത്തോടെയാണ് നമ്മൾ ഈ ദിവസങ്ങളായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഓരോ ദിവസവും ദിവസങ്ങൾ കഴിയുന്ന പോലെയാണ് കഴിഞ്ഞു പോകുന്നത്. അത്രയും തിരക്കേറിയ സമയത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ ഒരു മുന്നറിയിപ്പ് എല്ലാവരെയും ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയം ഉപജീവന ചിന്തകളാലും അതിഭക്ഷണത്താലും കുടുങ്ങിപ്പോയിട്ട് ആ ദിവസം നിങ്ങൾക്കൊരു കണി പോലെ ഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുന്നൊരു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മളോട് മുന്നറിയിപ്പ് പറയുന്നുണ്ട്. ഈ സന്ദർഭങ്ങളിൽ, ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾക്ക് എന്താ പറയുക, നമ്മളകപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു മുന്നറിയിപ്പാണത്. അപ്പോൾ ആരും അതിലകപ്പെട്ടു പോകാതെ അതിനുള്ളൊരു പരിഹാരം കൂടി ഉള്ളത് എങ്ങനെയാണെങ്കിൽ നമ്മൾ 24/7 നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവുമായി നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിനെ അതിജീവിക്കാൻ നമുക്ക് സഹായിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ കാഹളനാദം നമ്മളെപ്പോഴും ആ കർത്താവുമായുള്ള ബന്ധത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ കാഹളനാദത്തിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകാൻ ഇടയാകില്ല. നമ്മൾക്കത് കേൾക്കുവാനും നമ്മൾ കർത്താവിനോടുകൂടി ചേരുവാനും സഹായിക്കും. അതിനായി എല്ലാ ദൈവങ്ങളെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ സന്ദേശം നിർത്തുന്നു. സഹായിക്കും. അധ്യക്ഷനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് PIP-യിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം നൽകുന്നു. അപ്പോൾ പങ്കെടുത്ത എല്ലാവരും മുന്നോട്ട് വരിക. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമ്മുടെ PIP അവസാനിപ്പിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ. തന്നെ ബസ്സിൽ വളരെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും പ്രോഗ്രാം അയക്കുന്ന എല്ലാവർക്കും സമ്മാനം കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ ആദ്യത്തെ പ്രത്യേകതയാണ്. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. നമ്മുടെ PIP പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് മാത്രമല്ല, ഇനി PIP വലിയ കർത്താവ് അനുവദിച്ചാൽ പ്രോഗ്രാംസൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് വരികയാണ്. PIP-യുടെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. നമുക്ക് കടുകളടയ്ക്കാം, തലകളെ ഉണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഇന്ന് പകൽ അനുഗ്രഹിക്കപ്പെട്ട ആരാധന ദൈവം ഞങ്ങൾക്ക് തന്നു. അതിനുശേഷം PIP മീറ്റിംഗായി തിരുസന്നിധിയിൽ കൂടി വരുവാൻ അങ്ങ് നൽകിത്തന്ന ഈ വിലയേറിയ അവസരത്തിനായി സ്തോത്രം. അധ്യക്ഷത വഹിപ്പാൻ പ്രിയ ബ്രദറിനെ ദൈവം സഹായിച്ചു. കുടുംബമായി ദൈവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി നിൽപ്പാൻ തുടർന്നും സഹായിക്കണം. ഓരോ പ്രോഗ്രാംസുകളിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. PIP-യുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ കർത്താവെ അങ്ങയുടെ നാമത്തെ മാനിച്ചർപ്പിച്ച സ്തോത്ര കാഴ്ചയ്ക്കായും പ്രാർത്ഥിക്കുന്നു. MNE പ്രോഗ്രാംസിലൂടെയൊക്കെ ഞങ്ങളുടെ ആത്മീയമായ വളർച്ച അതാണല്ലോ അങ്ങ് ലക്ഷ്യം വെക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവിൽ തികഞ്ഞവരായി അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി നിൽപ്പാൻ അവരെ സഹായിക്കണം. ആമേൻ. നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. എല്ലാറ്റിനായി സ്തോത്രം. സഭയായി ദൈവം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പുത്രിയാസങ്ങളുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം. ആമേൻ. ഇപ്പോൾ ഞങ്ങൾ സമാധാനത്തോടെ കടന്നു പോകട്ടെ. പിരിയാത്ത സാന്നിധ്യത്തിൽ ഞങ്ങൾ എല്ലാവരെയും അവിടെ നിന്ന് മറയ്ക്കും. തമ്മിൽ കാണുമ്പോഴും ഇമ്മാനുവേലിൻ്റെ ചെറുകടയിൽ സൂക്ഷിക്കും. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി പ്രാർത്ഥന കേൾക്കുമാറാകണം.